ചിരിച്ചോണ്ടൊക്കെ വരാൻ കേട്ടോ. ഒരിക്കൽ കൂടെ ചിരിച്ചോണ്ട് വരൂ. ചിരിക്കൂ. വെരി ഗുഡ്. ഹലോ ഗൈസ്, നമ്മളിന്ന് ഒരു വ്ളോഗ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ 6ാം വർഷം ലാസ്റ്റ് സൈക്കിളിലാണ്. ലാസ്റ്റ് സൈക്കിളാണ്. ലാസ്റ്റ് വെച്ചിട്ട് തുടങ്ങുന്നത്. അപ്പോൾ അതിന് 2 ദിവസം കൊണ്ട് 2 ക്ലാസ് ഇന്നും നാളെ ലാസ്റ്റ് ക്ലാസ്സാണ്. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലെ പിള്ളേർക്കൊക്കെ ഒരേ നിർബന്ധം, ഞങ്ങൾ വ്ളോഗ് എടുക്കണം. അപ്പോൾ എന്ന് വന്നിരുന്ന് പറയും, എന്തുകൊണ്ട് വ്ളോഗ് എടുത്തില്ല ഈ വർഷം, വ്ളോഗൊക്കെ എടുത്തൂടെ എന്നൊക്കെ പറഞ്ഞ് എന്നും ചോദിക്കും. അപ്പോൾ പിന്നെ വിചാരിച്ച് ഓക്കെ ഇന്ന് വ്ളോഗ് എടുക്കാം എന്നൊക്കെ. അപ്പോൾ ഇന്നലെ വ്ളോഗ് എടുക്കണമെന്നായിരുന്നു, പക്ഷേ ഇന്നലെ നല്ല ഹെവി സ്നോ ആയിരുന്നു. സ്നോഫോൾ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഫുള്ള് ഇപ്പോൾ സ്നോ ആയിട്ടാണ് കിടക്കുന്നത്. സ്നോഫോൾ കുറവുണ്ട് കമ്പാരിറ്റീവ്ലി. ഇന്ന് വ്ളോഗ് എടുക്കാമെന്ന് വെച്ചു. ടെമ്പറേച്ചർ ഒരു -5 ഡിഗ്രിയൊക്കെ ഉണ്ട് ഇപ്പം, പക്ഷെ എന്നാലും ഓക്കെ ആണ്. അപ്പം ഞങ്ങൾ സാധാരണ ക്ലാസ്സിന് പോകുമ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിലുള്ളൊരു പയ്യനെ കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അപ്പം മിക്കവാറും ഇപ്പം ലൈബ്രറിയിലായിരിക്കും. ഇനി അവനെ വിളിക്കണം. പറഞ്ഞുണ്ടെങ്കിൽ അവൻ്റെ കൂടെ പോവും, അല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് പോവും. ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റ് ഉണ്ട് നടക്കാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും മിക്കവാറും നടന്നാണ് മിക്കവാറുണ്ട്. നിങ്ങൾക്ക് റോഡിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. കണ്ടില്ലേ, തണുപ്പത്ത് ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാഴ്ചയാണ് ഇത്. എല്ലാവരും പറയും സ്നോഫോളൊക്കെ അടിപൊളിയല്ലേ എന്നൊക്കെ എല്ലാവരും പറയും, പക്ഷെ ഇങ്ങനെ കാണുമ്പം അടിപൊളിയാണ്. ഇത് ഇങ്ങനെ കാണുമ്പോഴും അടിപൊളിയാണ്, പക്ഷെ അതേ സമയത്ത് ഇത് കാണുമ്പോൾ അത്ര അടിപൊളിയല്ല. ഇത് പക്ഷെ നാളെയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. വീണിട്ട് വണ്ടി പോവുകയും നമ്മൾ നടക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്ക് ചെളി. സാധാരണ ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ ബസ് കയറാറുള്ളത്. അപ്പം നമ്മൾ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. കുറച്ച് മുമ്പ് കോൾ വിളിച്ചതാണ് അക്കുല്. അപ്പോൾ അവൻ ഇന്ന് വരണില്ല എന്നാണ് പറഞ്ഞത്. ഇനി ഞങ്ങളുടെ വീഡിയോയിൽ എപ്പോഴും വരുന്ന വേറൊരാളാണ് ഷോയബ്. ഞങ്ങൾ എപ്പോൾ ഷോർട്സ് ഇട്ടാലും ഈ 2 പയ്യന്മാരും ഞങ്ങളുടെ വീഡിയോയിൽ കാണും. അപ്പോൾ അവരെന്താണെന്ന് വെച്ചാൽ അവർ പറയും നിങ്ങൾ ഇങ്ങനെ ഷോർട്സ് അവരെപ്പോഴും ചിരിച്ച ഫേസിലേ നമുക്ക് അവരെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെപ്പോഴും പറയും ഭാവിയിൽ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളെ ഷോർട്സ് ഒക്കെ എടുത്ത് കാണുമ്പോഴേക്കും ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ ഡിപ്രസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ടൈമിൽ ഇപ്പോഴും അവരങ്ങനെ എടുത്ത് കാണാറുണ്ട് എന്നാണ് പറയുന്നത്, അവരുടെ ആ ചിരിച്ച ഫേസ്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഈ ക്ലാസ്സിലിപ്പം ഞങ്ങൾക്ക് മൊത്തം ഇപ്പം 2 പേരോടെ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തം 13 പേരെന്തോ ഉണ്ട്. അപ്പോൾ ഇതിൽ ഇവരുമായിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ കമ്പനിയാണ് കമ്പയർത്തിൽ. കാരണം അവർ ഞങ്ങളെ പഠിക്കുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും കുറച്ചുകൂടെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ ഇവരിങ്ങനെയാണ് സ്നോ ക്ലീൻ ചെയ്യണം. കാണുമ്പോൾ ഫ്രണ്ടിൽ വയ്ക്കണമെങ്കിൽ പോലും ഇതൊന്ന് മാറിയെങ്കിൽ എന്നേ തോന്നുള്ളൂ. ചെയ്തതായിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മൾ സ്നോയിൽ ചവിട്ടിയിട്ട് നമ്മളിവിടെ ചവിട്ടുമ്പോൾ സ്ലിപ്പ് ആവാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ ബൂട്ട്സൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഗ്രിപ്പ് അടിയിലുണ്ട്. ഇപ്പോൾ നോർമൽ ഷൂസൊക്കെ ഇട്ട് നടക്കുകയാണെങ്കിൽ പെട്ടെന്ന് സ്ലിപ്പാവും. അതൊക്കെയാണ്. പിന്നെ ഞങ്ങൾ ക്ലാസ്സിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. സൈഡൊക്കെ മറ്റേ ഉപ്പൊക്കെ കൂട്ടിയിട്ടിരിക്കുമ്പോൾ ഇല്ലേ കാണാൻ. ശരി തന്നെ. ഇതൊക്കെ ഇവിടുത്തെ വീടൊക്കെ ഇങ്ങനെയാണ്. കൊള്ളാല്ലേ. ബാബു വീട്ടില്ലേ? ബാബു വീട്ടില്ലേ? സോറി, ക്ലീൻ ചെയ്യുന്നു. നമ്മളവിടെയൊക്കെ സ്നോ വന്നെന്തെങ്കിലും തൂത്തോണ്ട് നടക്കുമായിരുന്നില്ലേ ആൾക്കാരൊക്കെ. അവൻ തൂക്കുന്നു, ക്ലീൻ ചെയ്യുന്നതല്ല, അവൻ തൂക്കുന്നു. എന്ത് തൂക്കുന്നു? സ്നോ തൂക്കുന്നു. രണ്ടവൻ എടുത്തിങ്ങനെ തൂക്കുക. അയ്യോ, നമ്മളെവിടെ എത്തി? എന്താ എനിക്കറിയാൽ ഞങ്ങൾ സാധാരണ പോണ വഴിയിൽ നിന്ന് മാറിപ്പോയി ഷോർട്ട് കട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ വേറെ വഴി കൂടെയൊക്കെയാണ് പോകുന്നത്. ചുമ്മാ ജംഗ്ഷനിലൊക്കെ പോയി അവിടുത്തെ ട്രാഫിക്കിൽ നിന്ന് നല്ലൊരു ആവശ്യം. ഇനിയിപ്പോൾ ഇവിടെ ട്രാഫിക് ഇല്ലായിരിക്കും. എനിക്ക് കയറാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെ ഓടി വന്ന് നോക്കിയപ്പോൾ കയറാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. ആ ഒരു ഇതാണ്. അങ്ങോട്ടാണെന്ന് തോന്നുന്നു. മെയിൻ റോഡിൽ കയറിയിട്ടാണ് അതൊന്ന് കണ്ടുപിടിക്കുക. KSRTC ബസ്സാണ്. വീട്ടിലോട്ട് ചേർത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. വൈ അതറിയില്ല, എന്താണോ എന്തോ. KSRTC അല്ല, USRTC.
ആ അല്ല അതെ 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 KSRTC ഇൻ ദ സെൻസ് നമ്മൾ ഉദ്ദേശം നമ്മളെ കേരള സർക്കാരിൻ്റെ വണ്ടി, അതുപോലത്തെ ഇവിടുത്തെ വണ്ടി ഇല്ല. ആ ബസ് തന്നെ ഇല്ല, അത് തന്നെ. ഞാൻ നിങ്ങൾക്ക് നോർമൽ ബസ് കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതും അതൊന്നാണെന്ന്. അമ്മേ അമ്മേ, അതുപോലത്തെ വണ്ടിയാണ്. പിന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. അല്ല പറ കില്ലാടി തന്നെ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതപ്പോൾ ക്യാമറ ഓൺ അല്ലായിരുന്നു കേട്ടോ, എന്നൊന്ന് ബുക്ക് ചെയ്താക്കാൻ. ഞങ്ങൾക്ക് പോവേണ്ട ഹോസ്പിറ്റൽ എൻ്റെ ഹോസ്പിറ്റലോ ഞാൻ ക്ലാസ്സിൽ പോകുന്നതാണ് എൻ്റെ ഹോസ്പിറ്റൽ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം എൻ്റെ സ്ഥാപനം, അങ്ങനെയാണല്ലോ ഹോസ്പിറ്റല്. ഇതുണ്ട് അവിടെ. ഞാൻ സാധ്യത ഒരു ഹോസ്പിറ്റൽ എന്തോ പറയും, അഭിഷേക ഹോസ്പിറ്റലിൽ പോകുന്നു എന്തേ പറയൂ, എൻ്റെ പേരിൽ എഴുതിയിട്ടില്ലെങ്കിൽ അങ്ങനെയല്ലേ പറയൂ. അല്ലെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാം നമ്മളതാണ്. മാറ്റി പറയണം എനിക്ക് തൊട്ട്. ഭാവിയിലൊക്കെ എവിടെയെങ്കിലും ബസ് കാണുമ്പോഴേ ഞാൻ യാത്ര ചെയ്യണം, എൻ്റെ ഫ്ലൈറ്റ് അങ്ങനെയൊക്കെ പറയണം. കൊള്ളല്ലേ ഇത്? ഇവിടെ നിന്ന് ക്രോസ് ചെയ്യണം, അവരുടെ വാടി ഞാൻ മതിയായിരുന്നു. അത് പുതിയ വണ്ടി ഷിഫ്റ്റ്. അതാണ് ഞങ്ങൾക്ക് പോവേണ്ട. അയ്യോ കാണാൻ പറ്റില്ല. അതാണ് നമുക്ക് പോവേണ്ട ഹോസ്പിറ്റൽ. അല്ല ഇതല്ലേ? ആ ഇത് തന്നെ. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ എവിടെ വേണമെങ്കിലും നമുക്ക് ക്രോസ് ചെയ്യാം, പക്ഷെ ആകുള്ളത് ചിലപ്പോൾ രണ്ട് സൈഡും നോക്കിക്കോണം. പിന്നെ പോലീസ് ഇല്ലെങ്കിൽ നമുക്ക് ചാടാം. പോലീസ് ആണെങ്കിൽ ഒരു വഴക്ക് പറയും. ശരിക്കും ട്രാഫിക് റൂൾസ് പാലിച്ചാലും പാലിക്കാത്ത പോലെയാണ്. കാരണം ചില സമയത്ത് സിഗ്നൽ ഞങ്ങൾ ക്രോസ് ചെയ്യാൻ സമ്മതിക്കാറില്ല. ഇന്ന് ഓട റൂട്ട് മാപ്പ് നോക്കി വരണം. ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്, സുഹൃത്തുക്കളിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ സർജിക്കൽ ഡിസീസ് ഉള്ള ഹോസ്പിറ്റൽ. സർജ് മെഡ് എന്നാണ് ഈ ഹോസ്പിറ്റലിൻ്റെ പേര്. ഇവിടെ വെച്ചാണ് ഞങ്ങൾക്ക് സർജറിയുടെ ക്ലാസ് നടക്കുന്നത്. ഇത് ഞങ്ങൾക്ക് വേണ്ടി രാജവീതി ഒരുക്കിയതാണ്. ഞങ്ങൾ ക്ലാസ്സിന് വന്നു തുടങ്ങി, ഞങ്ങൾ സൈക്കിളിന് ശേഷം ഒരുക്കിയതാണ്. നമ്മൾ കുറച്ചു നേരം കഴിയുമ്പോൾ ചിലപ്പോൾ ഇവിടെ നിൽക്കും. ഞാൻ ക്ലാസ് ആരും ക്ലാസ്സിൽ വന്നിട്ടില്ല. ഓക്കെ, ഇതാണ് സോയബ്, നായക്. നായക് പുതിയ കുട്ടിയാണ് കേട്ടോ. ഞങ്ങൾ പറഞ്ഞ രണ്ട് കുട്ടികളിൽ ഒരു പുതിയ കുട്ടി ഇതാണ്. ഞങ്ങളുടെ സീറ്റ് എവിടെ? അയ്യോ ഞങ്ങളുടെ സീറ്റ് എവിടെ? ഇവിടെ ഇത് രണ്ടുമാണ് ഞങ്ങളുടെ സീറ്റ്. എപ്പോഴും സോയബ് ഞങ്ങൾക്ക് റിസർവേഷൻ ചെയ്തിട്ടിരിക്കും. ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞേക്കിനി പൊന്നു ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. हाँ लॉन्ग वाली वो अकुल को बुलाया, बोले कि लॉन्ग ब्लॉग बना रहे तो आ जाओ। उसने बोला कि नहीं। വേണ്ട ബൈ I'm left now. ശരിയാണ്. Dominant. ഇടത് കൈ That's why. ഇടത് കൈ കൊണ്ട് എഴുതുന്ന പുള്ളിയാണ്. Going from the left side. റൈറ്റ് ബ്രെയിൻ ഡെവലപ്പർ. ഒന്നാമതാണ് 10 രൂപ കൂടെ എഴുതിയേക്കാം. പണിയെടുക്കാൻ വയ്യാത്തൊരു സമൂഹത്തെയാണ് നിങ്ങൾ കാണുന്നത്. നാളത്തെ ക്ലാസ്സിനുള്ള ടോപ്പിക് കൂടെ എഴുതണം, കാരണം നാളെ പണിയെടുക്കണ്ടല്ലോ. ഇതാണ് ഹീര. ഇതിലെ കാണാമോ? ഇതാണ് ഹീര, ഇതാണ് നബീഹ. ഇനി ഹീരയ്ക്ക് ഒരു സഹോദരനുണ്ട്. ഞങ്ങൾ 2 സഹോദരങ്ങളാണ് ഇവിടെ പഠിക്കുന്നത്. അതെ, 2 ഗ്രൂപ്പാണ്, ഞങ്ങൾ എല്ലാവരും ടീമാണ്. നമ്മളെ വേറൊരു ബ്ലോഗറാണ് നിങ്ങൾ ഈ കാണുന്നത് തോന്നിക്കുന്നത്. आज हम भी ब्लॉग कर रहे हैं. Started vlogging. नहा के आया ना, Really, good. इसलिए ब्लॉगिंग हो रहा है. दोनों को कंटेंट मिल गया. अरे भाई बकचोदी मत बोलो, ब्लॉग में चलेगी, बुकराम हो जाएगी सारी. नहीं वो भी नहीं पढ़ा जाएगा. Good. Study. Everything is fine. Yeah, good. बस सोई भाई की तो आंखों से खून नहीं निकला, बाकी तो सब चल रहा है ना. ഓക്കെ, നിങ്ങൾ ഈ കാണുന്നത് ഇൻസ്റ്റൻറ്റ് ബ്ലോഗറാണ്. ഞങ്ങളിവിടെ ഫസ്റ്റ് വന്നപ്പോൾ മുതൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഉള്ള
വേറൊരു വ്ളോഗറാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഈ നിൽക്കുന്നത് ഇങ്ങേറ്റം നിൽക്കുന്ന കണ്ണാടി വെച്ച ആളാണ് വിഷ്ണു. ഈ നിൽക്കുന്നത് ഹെൻസ്, ഞങ്ങളെ ക്ലാസ് ലീഡറാണ്. ഇത് അവിനാഷ്. ഓക്കെ, അപ്പോൾ ഇവർ 4 പേരും ഒരുമിച്ചാണ് പറഞ്ഞത്. ഇന്ന് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല, കാരണം സാറ് ക്യാമറ ഓൺ ചെയ്യാൻ സമ്മതിച്ചില്ല. വേറൊരു സാറായിരുന്നു, ഞങ്ങളുടെ സാറിന്ന് യൂണിവേഴ്സിറ്റി പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളെ അസിസ്റ്റ് ചെയ്ത വേറൊരു സാറായിരുന്നു. ഞങ്ങളുടെ സാറാണെങ്കിൽ ഞങ്ങൾ അലവ് ചെയ്യായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടി. ഇപ്പം എല്ലാവരും പോകാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. വെളിയിൽ സ്നോ ആയതുകൊണ്ട് യാൻഡെക്സ് ബുക്ക് ചെയ്ത് പോകാൻ വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് എല്ലാവരും. മസാജ് ഇല്ലേ, മസാജ് ചെയർ ഉണ്ട്. പറഞ്ഞു ഓക്കെ, ഇതാണ് ഹംസ, അതായത് ഹീരയുടെ സഹോദരനാണ്. അവൻ ഒരു ദിവസം ആബ്സെൻ്റ് ആയിരുന്നു. അപ്പം യൂണിവേഴ്സിറ്റി പോയിട്ട് എന്താ എൻ്റെ പേര് റുസക് വാങ്ങാൻ പോയി. ഇപ്പം വന്നു, അവൻ്റെ കയ്യിലുണ്ട് ആ സാധനം. ഫുൾ സ്കാൻ ചെയ്ത് ഇതാണ് ആ സാധനം. പിന്നെ കാലിൽ ഒരു ഇഞ്ചുറി വെട്ടിയിട്ട് അങ്ങനെ ആബ്സെൻ്റ് ആയിരുന്നു ഒരു ദിവസം. അപ്പോൾ നമ്മൾ ആബ്സെൻ്റ് ആവുകയാണെങ്കിൽ ഇതുപോലെയൊക്കെ പോയി ഡീൻ ഓഫീസിൽ പോയി വാങ്ങണം. അതുകൊണ്ട് ആബ്സെൻ്റ് ആവാതിരുന്ന അത്രയും നല്ലതാണ്. അതുകൊണ്ട് അവിടെ കുറച്ചൊരു ഹൈറ്റ് വെയിറ്റ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവളുടെ സഹോദരൻ നടന്നുപോയി. ഞങ്ങൾ ഏകദേശം താമസിക്കണം. അപ്പോൾ ഇനി ഞങ്ങൾ അവളുടെ കൂടെ ഇവരുടെ കൂടെ 4 പേരെ ഇവിടെ ഒരു ടാക്സിയിൽ കയറ്റുള്ളൂ. അങ്ങനെ ഒരു ഇതുണ്ട്, റൂളുണ്ട്. അപ്പം ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചു 5 പേരായിട്ടൊക്കെ പോകാൻ വേണ്ടി, പക്ഷെ നടന്നില്ല. അപ്പം ഞങ്ങൾ ഇവരുടെ കൂടെ അങ്ങോട്ട് ഇന്ന് ഒരുമിച്ച് പോകും. ഇതല്ലേ സ്നോ അല്ലേ, ഒരുപാട് നടന്നാണ് പോകണം ഞങ്ങൾ രണ്ടുപേരും കൂടെ. നടന്നാണ് പോകണം. അപ്പോൾ ഇന്ന് ഇവരുടെ കൂടെ അങ്ങനെ പോകാൻ വെച്ചു. പോയതാണോ? ഇപ്പം ഞങ്ങൾ ക്രോസ് ചെയ്ത് പോയതാണ്. ഞങ്ങൾക്ക് പോകേണ്ട ടാക്സി വിളിക്കാനൊന്നും ഞങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ട് അതെവിടെ പോയി നിൽക്കുന്നു അവിടെ ഞങ്ങളും പോവും. അല്ല, നമ്മൾ അണ്ണാന്നില്ലെന്ന് പറഞ്ഞാൽ നിൽക്കില്ലല്ലേ വണ്ടി. അണ്ണാന്നില്ലെന്ന് പറഞ്ഞാൽ കേൾക്കാനേ അയാളെന്തോ ഗ്ലാസ് ഇതാത്തായിട്ടിരിക്കുന്നത്. അയ്യോ പാവല്ലേ. അവിടെയാണ് അവർ താമസിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ഇത് ഈ സ്ഥലം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് മെയിൻ റോഡ് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്തതിൻ്റെ അപ്പുറത്തെ ഒരു ഫ്ലാറ്റിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ചുകൂടെ നടക്കണം. ഞങ്ങൾക്ക് നടക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ്. പക്ഷേ സ്നോ വീണ് കിടന്നു കഴിഞ്ഞാൽ, അല്ല വീണ് കൊണ്ടിരിക്കുമ്പോൾ ഇത്ര വലിയ പ്രശ്നമില്ല. പക്ഷെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ചവിട്ടിയോ നടക്കുകയും മറ്റേ മണപ്പുറമല്ലല്ലോ, അതൊരു ജ്വല്ലറി അല്ലേ, മറ്റേ കടപ്പുറത്ത് കിടക്കുമ്പോൾ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് കിടക്കൂലേ, ആ ഒരു ഫീലാണ്. അങ്ങനെയല്ല, നമ്മൾ ഈ ഉപ്പൊക്കെ വാരിയിട്ടിട്ട് ഉപ്പ് വാരിയിട്ടിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് എങ്ങനെ ഇരിക്കും, അതാണ് എഫക്റ്റ് നടക്കുന്നത്. ട്രഡീഷണൽ ക്ലോത്താണ് ഗൈസ്. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും ഒരു അങ്കിൾ വന്ന് നിൽക്കുമായിരുന്നു. ക്രിസ്മസ് സമയത്ത് ഞങ്ങൾ വിചാരിക്കും ബാടനെ പോലെ രാജാക്കന്മാരില്ലേ, ആട്ടിടയന്മാർ, അവരുടെയൊക്കെ ഡ്രസ്സ് പോലെ ഇങ്ങനെ നീട്ടി അതിനാണെങ്കിൽ അനങ്ങാതെ നിൽക്കും, സ്റ്റാച്ചു പോലെ. ക്രിസ്മസിന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു. ഗൈസ്, അപ്പോൾ ഞങ്ങൾ വ്ളോഗ് എന്തായാലും ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യാണ്. കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല. അതായത് ക്ലാസ്സിലെ കുട്ടികൾക്ക് വ്ളോഗിൽ വരണം എന്നൊരാഗ്രഹം, അങ്ങനെയല്ല. അപ്പം ഞങ്ങൾ ഇതുവരെയായിട്ട് എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ കഴിഞ്ഞ വർഷവും അവർ കുറേ പ്രാവശ്യം പറഞ്ഞ് ഓരോ ക്ലാസ് ഓരോ ദിവസം വരുമ്പോഴും ഒരു പറയും. അപ്പം ഞങ്ങൾക്ക് ഷോർട്സ് എഡിറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയതുകൊണ്ട് ഷോർട്സിലോട്ടങ്ങ് ഒതുങ്ങി. അപ്പം
അവർക്ക് ഒരേ ഒരു ഇത് ഇപ്പോൾ ഈ സെം ഇതോടെ കഴിയുമല്ലോ, അപ്പോൾ അതിന് മുന്നേ വ്ളോഗ് എടുക്കണം എന്നൊരിത്. അപ്പോൾ അങ്ങനെ ഇന്നങ്ങനെ വ്ളോഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അടുത്ത മാസം എന്തായാലും വ്ളോഗ് ഇടുമായിരിക്കാം. കാരണം സെമ്മ് തുടങ്ങുമ്പോഴേക്കും ഒരു വ്ളോഗ് ഇടാം. പിന്നെ ഞങ്ങൾക്ക് ഒരു സെം കൂടെ ഉള്ളൂ. അപ്പം മാക്സിമം ഇവിടെ വെച്ച് അധികം കൂടുതൽ വ്ളോഗ്സ് ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ആ കൂടെ ഇങ്ങനത്തെ കുറച്ച് മൊമെൻറ്റ്സ് ഒക്കെ അല്ലേ ഉള്ളൂ വ്ളോഗ് എടുക്കാൻ കണക്കിന്. സ്ഥിരം കാര്യങ്ങളല്ലേ. വേണ്ട സ്നോ ഫ്രീസായി നിൽക്കണേ. വാ, എനിക്കിഷ്ടപ്പെട്ടു. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ. കുറച്ച് ദിവസം മുന്നേ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ സ്നോ ഉള്ളപ്പം കാണാൻ കുറച്ചുകൂടെ ഒരു ഭംഗിയുണ്ട്, അതൊരു പോയിൻ്റാണ്. ഇപ്പം അല്ലാത്തപ്പോഴാണെങ്കിൽ ഈ മരം കണ്ട, ഈ മരത്തിൻ്റെ കളറാണ് ഇവിടുത്തെ തറയും. അപ്പം നമുക്ക് ഭയങ്കരമായിട്ടൊരു വിജനത. നമ്മൾ ഈ മരുഭൂമിയിലൊക്കെ കിടക്കുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥ, ഒരു പച്ചപ്പും ഹരിതാപവും ഇല്ലാത്ത വാട്ടവർ. അപ്പോൾ ആ ഒരു അവസ്ഥയാണ്. എന്നുവെച്ചാൽ നമുക്കൊരു കണ്ണിനൊരു കുളിർമ എന്നുള്ളൊരിത് തോന്നൂല. ഇവിടുത്തെ പെയിൻറ്റിങ് ഒക്കെ ആണെങ്കിൽ എല്ലാം കറക്റ്റാണ്. ഇതാണ്ട ഈ സാധനം കണ്ട, ഇതും അതിൻ്റെ പെയിൻറ്റ്, മരത്തിൻ്റെ കളറ്, മണ്ണ്, ഇതെല്ലാം ഒരേ കളറിലിരിക്കും. പിന്നെ നമ്മളെ കളറും കണ്ട എല്ലാം ഒരേ. നമ്മളെ പിന്നെ കണ്ടാൽ പിന്നെ എന്നും കാണുമ്പോൾ പിന്നെ എല്ലാം ഒരേപോലെ അല്ലേ. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ ഇത്. അപ്പം നമുക്കങ്ങനെ വീഡിയോ എടുക്കാൻ കണക്കിനുള്ളൊരു ഇതില്ല. പിന്നെ ശരിക്കും സ്നോ വീഴുന്നതിന് മുന്നെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് വീഡിയോ എടുക്കണമെന്ന്. അപ്പോൾ എന്തായാലും സ്നോവും കൂടെ വീണപ്പോഴേക്ക് സംഭവം സെറ്റായി. എന്തുകൊണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. അടുത്ത സെമിസ്റ്ററിലെ അടുത്ത വ്ളോഗുമായി വീണ്ടും ഞങ്ങളെ കാണുന്നവരെയും ബൈ. ആ കാണുന്നതാണ് നമ്മൾ രാവിലെ വ്ളോഗ് തുടങ്ങിയ സ്പോട്ടല്ല, ഞാൻ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ സ്ഥലം അവിടെയാണ്. ഇനി ആ ബിൽഡിങ്ങിൻ്റെ ബാക്കിലാണ് നമ്മുടെ വീട് വരുന്നത്. വന്ന് നിൽക്കുന്നവർ ഈ സ്റ്റോപ്പിൽ വന്ന് നിന്നിട്ട് ഞങ്ങളെ വിളിച്ചാൽ മതി കേട്ടോ.